രതീഷ് ചക്രപാണി, എൻ്റെ ശ്രദ്ധയിലൊന്നും ഡയറക്റ്റായി വരാത്ത വളരെ സട്ടിലായ ഒരു നിരീക്ഷണമാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അവിടെ നടത്തിയത്. ഈ കൊടികളുടെ കാര്യം, കൊടിവെച്ച കാറുമായി പോകുന്നത് വലിയ അഭിമാനവും സുരക്ഷിതവുമായി കണ്ടിരുന്ന ബി ജെ പിക്കാരൊക്കെ പയ്യെ കൊടി മുക്കി നമ്മളുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ പോകുന്നത്. അതായത് അടിത്തട്ട് ചോരുകയാണ് ബി ജെ പിയുടേത്. രാജ്യത്തിനിയുള്ള കബളിപ്പിക്കൽ നടക്കില്ല. അതിൻ്റെ സന്ദേശത്തിൻ്റെ പ്രതികരണമാണ് ആ നിരീക്ഷണം. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു സട്ടിലായ വളരെ ശക്തമായൊരു നിരീക്ഷണമാണ്. രതീഷ് ചക്രപാണി. തീർച്ചയായിട്ടും ഏറ്റവും അടിത്തട്ടിലേക്ക് വരെ അത്തരത്തിലുള്ളൊരു നാണക്കേട് ബി ജെ പിയെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ബി ജെ പിയുടെ കൊടിവെക്കാനായിട്ട് ആളുകൾ വിമുഖത കാണിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യബോധമാണ്. ഇത് മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ എടുത്തു നോക്കിയാൽ പണ്ടൊക്കെ ഞങ്ങൾ ബി ജെ പിക്കാരാണ്, സംഘപരിവാരുകാരാണ് എന്ന് പറഞ്ഞ ആളുകളുടെയൊക്കെ മുഖത്ത് പോലും ഒരു ചെറിയ മ്ലാനതയും പലപ്പോഴും അവരുടെ പ്രൊഫൈൽ പിക്കിലെ മാറ്റങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ചും ഈ പറയുന്ന യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നിരവധി ആളുകളൊക്കെ തന്നെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയൊരു നിരീക്ഷണമുണ്ട്, അതിനോട് പ്രതികരിക്കാതെ ഇത് പൂർത്തിയാക്കാൻ പറ്റില്ല. അത് ശ്രീ MS വേണുഗോപാൽ എന്ന് പറയുന്ന വലതുപക്ഷ നിരീക്ഷകനെയാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടുകൂടി പറയട്ടെ, ഒരു തമാശയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് വിമോചന സമരകാലത്ത് എങ്ങനെയാണ് അമേരിക്കയും CIAയും ഒക്കെ ഇവിടെ ഫണ്ട് ചെയ്തു എന്നതുപോലെ ഏതാണ്ട് ഈ സമരത്തിലും ചില ഇടപെടലുകൾ ഉണ്ടാകാം എന്നുള്ളതാണ്. അത് അമേരിക്ക പല രാജ്യങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാലോ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ റഷ്യൻ പട്ടാളത്തിനെതിരെ താലിബാനെ അവർ ഫണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി രാജ്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് രസകരമാണ്. ഒരു വലതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞത് വെനസ്വേലയിൽ നിന്ന് പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയത് അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനാണ്, അമേരിക്കക്ക് ജനാധിപത്യത്തോടുള്ള വലിയ അദമ്യമായ ആഗ്രഹം കൊണ്ടാണെന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കോമഡി ആയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഇദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ലോജിക്കില്ലായ്മ എന്ന് പറഞ്ഞത്, ഇന്ത്യയിൽ എന്തിനാണ് അത്തരത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പിന് അമേരിക്ക ശ്രമിക്കേണ്ടത്? കാരണം അമേരിക്ക പറഞ്ഞാൽ എവിടെ നിന്നാണ് ഓയിൽ വാങ്ങേണ്ടതെന്നും എപ്പോഴാണ് യുദ്ധം നിർത്തേണ്ടതെന്നും എപ്പോഴാണ് കാര്യങ്ങൾ പുറത്തു പറയേണ്ടതെന്നും എപ്പോഴാണ് ഞങ്ങളുടെ തീരുമാനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടവും ഉള്ളപ്പോൾ എന്തിനാണ് അവർ ഒരു ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ പണം കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള ചോദ്യമില്ലേ ശ്രീ വേണുഗോപാലെ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്താണ് യാഥാർത്ഥ്യം അതൊന്നും പറഞ്ഞു. ഇനി അടുത്തത് മറ്റൊരു കാര്യം കൂടി പറയാം. അത് പറയുന്നിടത്തൊപ്പെടും. പിന്നെ എന്തിനാണ് അവർ എന്ത് ചെയ്തത്? ഒരു ഭരണകൂടത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അവർ വിരുദ്ധമായിട്ട് നിന്നു. ഇവിടെ എന്താണ് വിരുദ്ധമായിട്ട് നിൽക്കുന്നത്? ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അതായത് അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 തവണ ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞാൽ 101 തവണ ഇമ്പോസിഷൻ എഴുതുന്ന ഒരു ഗവൺമെന്റിനെ മറിച്ചിടാൻ വേണ്ടി എന്തിനാണ് അവർ ശ്രമിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ ഒരു അടിസ്ഥാനം രാജ്യവിരുദ്ധ ശക്തികൾക്ക്, ഛിദ്രശക്തികൾക്ക് വിട്ടുകൊടുക്കണ്ട എന്നുള്ളത്. വിട്ടുകൊടുക്കാതിരിക്കാൻ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഇവിടുത്തെ അഴിമതിയും നിങ്ങളുടെ ഈ പറയുന്ന പോലെ പരീക്ഷ നടത്തിപ്പും കൃത്യമായിട്ട് നടത്തിയാൽ മതി. ഞാൻ കഴിഞ്ഞ ചർച്ചയിലിരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് വിശദമാക്കുന്നില്ല. 2019-ലും 2021-ലും അടക്കം നിരവധി സീറ്റ് കൊള്ളകളെക്കുറിച്ച് റിപ്പോർട്ട് കിട്ടുകയും അതിന്മേൽ 2025-ൽ സുപ്രീം കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് സുപ്രീം കോടതി വീണ്ടും അതെന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത് എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നടപ്പിലാക്കിയെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനോ ബാക്കിയുള്ള പ്രൊട്ടസ്റ്റിനോ ഒന്നും സ്കോപ്പില്ല. അപ്പോൾ അതങ്ങോട്ട് ചെയ്താൽ മതി. പാഠശാലകളൊക്കെ വഴി നടത്തുന്നത്, അപ്പോൾ അവർക്ക് ചെയ്യാനാകില്ല. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. പെട്ടെന്ന് ഒരു വാചകം കൂടി. ഇപ്പം ഇവിടെ കഴിഞ്ഞ 2 ചർച്ചകളിലും PS സഞ്ജിത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോപ്ടെക് എഡ്യൂടെക് എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആ കോപ്ടെക് എഡ്യൂടെക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പേര് മാറ്റിയത്? അതിൻ്റെ ആദ്യത്തെ പേര് ഗ്ലോബറീന ടെക്നോളജീസ് ആയിരുന്നു. ആ ഗ്ലോബറീന ടെക്നോളജീസ് പിടിക്കപ്പെടുകയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മുടെ പഴയ നസീർ സിനിമകളിൽ നസീർ മറ്റേ വലത്തെ മറുക് ഇടത്തെ കൗളിലേക്ക് വെച്ചിട്ട് പറഞ്ഞ് ആൾമാറാട്ടം നടത്തുന്നത് പോലെ നടത്താൻ വേണ്ടി വന്നിട്ട് പോലും ഒരു മനസ്സിലാകാത്ത ഗവൺമെൻറ് ഇവിടെ ഇരിക്കുന്നത്. പകരം RSSന് താല്പര്യമുള്ള ബന്ധമുള്ള നിരവധി വിദ്യാലയങ്ങൾ പുതുതായി തുടങ്ങുകയും അവിടെയെല്ലാം എൻട്രൻസ് കോച്ചിങ് തുടങ്ങുകയും ചെയ്തതിൻ്റെ കൂടി പരിണിത ഫലമാണിത് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു.